Hi friends, welcome to Mindful Cooking at Geetha's Kitchen. Today's special is fresh Phulka Roti, Mung Dal Curry and Tofu fry. ഗീത എന്താ പരിപാടി? സമയം കുറെ ആയല്ലോ. രാവിലെ ഇന്ന് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഇന്ന് പെട്ടെന്ന് ഒരു ചപ്പാത്തിയും കറി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കട്ടെ എന്താ ഉള്ളത് എന്ന്. ഇതിൽ കുറച്ച് ചെറുപയർ വേവിച്ചതുണ്ട്. ഇന്നലെ വേവിച്ചതാണ്, പക്ഷെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. തോരന് വേണ്ടി വേവിച്ചതാ, പക്ഷെ ഞാൻ ഇനിയിപ്പോൾ അതൊരു കറിയാക്കാൻ പോവാണ്. പിന്നെ അമ്മു കുറച്ച് ടോഫു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഇതും കൂടി ഉണ്ടാക്കാം, എന്തെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട്. ഇത് ടോഫു ആണ്. പിന്നെ ഇത് ഇന്നലെ വേവിച്ച് വെച്ച് ചെറുപയറാണ്. തോരന് വേണ്ടി വേവിച്ചാണ്, പക്ഷെ ഞാൻ ഇനി അത് ഒരു കറിയാക്കാൻ പോവാണ്. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ടോഫു മാരിനേറ്റ് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് അവള് വെച്ചതുകൊണ്ട് എളുപ്പമായി. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് കിച്ചൺ കിങ് മസാലയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്ലേവർ ഇടാം, എന്തെങ്കിലും ഒരു മസാല. സോ ഞാൻ ഉപയോഗിക്കുന്നത് കിച്ചൺ കിങ് മസാലയാണ്. കുറച്ച് ഉപ്പ് ഇട്ടു, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ. അതിലേക്ക് ഓയിൽ ചേർക്കാൻ പോവാണ്. ഇത് അവക്കാഡോ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് നേരം വെച്ചിട്ട് കുറച്ച് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഇടാം കേട്ടോ. ഞാൻ കോൺഫ്ലവർ ഇവിടെ വാങ്ങാറില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്, ചെറിയൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് സ്പൈസസ് ഉണ്ട്, പിന്നെ കുറച്ച് ഓയിൽ, വളരെ കുറച്ച് ഓയിലേ ഉള്ളൂ, ഒരു 1.5 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒന്ന് വെക്കുകയാണ്. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് പാൻ ഫ്രൈ ചെയ്യാം കേട്ടോ. അത് ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പാനിൽ വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്ക് ഒരു എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. മസാലകളൊന്നും അധികം ചേർക്കണില്ല. ചെറുപയർ വേവിച്ചതുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 പച്ചമുളക് അരിഞ്ഞതുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതാണ്. പിന്നെ ഒരു പകുതി ഉള്ളി മുറിച്ചതുണ്ട്. കുറച്ച് നാളികേരം നിങ്ങളുടെ ഇഷ്ടമാതിരി ചേർക്കാം. പിന്നെ ഒരു കറിവേപ്പിലയുടെ ഇത് ഊരി വെച്ചതാണ്, ഇത് ഇലയാണ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപ്പ് മഞ്ഞളും ഒക്കെ വേണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഉരുകി കഴിഞ്ഞു. ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടുണ്ടായിരുന്നു, അത് ഉരുകി കഴിഞ്ഞു. പിന്നെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഞാൻ. അപ്പം ആദ്യം തന്നെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇടാൻ പോവാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ടോളൂ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റുക. എന്താ വെച്ചാൽ ഈ ചെറുപയർ കുക്ക് ചെയ്തതായതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ, ഇപ്പം ഇത് നിങ്ങൾ കണ്ടു, ഇതിൽ അധികം വെള്ളമില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടി ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ വഴറ്റി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളം ചേർത്തിട്ട് അത് ചൂടായി വരേണ്ട സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്, പെട്ടെന്നാവാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇതിലേക്ക് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും
ഇപ്പം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും ഇടാൻ പോവുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിക്ക് ഒരു വേവുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് ആ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക ഉള്ളിയുടെ കൂടെ. എന്നിട്ട് ഈ പയർ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അപ്പം കുറച്ച് തണുപ്പുണ്ടാവും. അപ്പം ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ പിന്നെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഈ പരിപ്പിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒരുപാട് തിളപ്പിക്കുന്ന വേണ്ട, കാരണം ഞാനത് കുറച്ച് സമയം സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തത്. നോക്കൂ, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു നാളികേരം ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ടിടും, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി കേട്ടോ. അരയ്ക്കാറില്ല ഞാൻ, വേണമെങ്കിൽ അരച്ചിടും ചെയ്യാം, ഞാൻ അരയ്ക്കാറില്ല. വേറെ ഒരു മസാലയും ഇതിൽ ചേർത്തിട്ടില്ല. വെറും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് അത് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ടോഫു ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചതല്ലേ? മാരിനേറ്റ് ചെയ്ത് വെച്ച് ടോഫു ഒന്ന് എയർ ഫ്രയറിലിടാം. നിങ്ങൾ എയർ ഫ്രയറിൽ ചെയ്യണമെങ്കിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തോളൂ. ഞാനൊരു 400-ൽ ഒരു 2 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഉള്ളിലൊരു ഫോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് ഇടാൻ പോവാണ്. ഒന്ന് പരത്തി ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് എയർ ഫ്രൈ ചെയ്തിട്ട് നോക്കാം നമുക്ക്. 400-ൽ 5 മിനിറ്റ് എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. ലൂക്ക പുറത്താണ്, ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം, അകത്തേക്ക് വരണം. അപ്പം ഞങ്ങൾ വാതിലടച്ചിട്ടതാണ്. ലൂക്ക കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാന്താൻ തുടങ്ങും. അകത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ ലൂക്ക? കാലൊക്കെ നല്ല ചടിയുണ്ട്. അത് ബേബി വൈപ്പ് വെച്ച് തുടപ്പിച്ചിട്ട് കയറ്റിയാൽ മതി. നീ വാതിൽ തുറന്നാ പുറത്തേക്ക് പോവോ? തുറന്നു വരാം. Come inside. Come on. Luca, come on. Luca, കാല് തുടപ്പിച്ചിട്ടേ. കാല് തുടപ്പിച്ചിട്ടേ. ഇങ്ങോട്ട് വരൂ. Come inside. Come inside. Luca. ചക്കരക്കുട്ടി ഓടി വരൂ. പറഞ്ഞാ കേൾക്കാൻ പാടില്ല കേട്ടോ. സേർട്ട് അവിടുന്ന് മാറി വരും. ഞാൻ പോവാ. നല്ല കാറ്റുണ്ട് പുറത്ത് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. അത് തുറക്കാൻ നോക്കുക. കാല് തുടച്ചോളൂ ഗീത, കാല് തുടച്ചോളൂ, അല്ലെങ്കിൽ സോഫയിലൊക്കെ കയറും. ഇതൊക്കെ എന്താ വെച്ചാൽ അകത്ത് വന്നാൽ സോഫയിൽ നേരെ ചാടി കയറും. അത് നന്നായി തുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചളി കണ്ടില്ലേ? ഇത് കണ്ടോ ചളി? ഇത് 2-3 മിനിറ്റ് ഇപ്പൊ തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഞാൻ. നന്നായിട്ട് കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവും. പക്ഷെ ഇപ്പം തൽക്കാലം ഇപ്പം പെട്ടെന്ന് കഴിക്കാനായതുകൊണ്ട് ഇത്ര വെള്ളം മതി.
അപ്പോൾ അതാ ഈ കൺസിസ്റ്റൻസിയിലാണ് വന്നത്. പിന്നെ ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ചിരവിയത് ചേർക്കണം എന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങ ചിരവിയതുണ്ട്. അപ്പം ഞാനതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. കൈയൊക്കെ നന്നായി കഴിക്കണ്ടേ. നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് തിരുമ്മിയിടുക. ഒന്ന് തിരുമ്മി അതിലുള്ള എണ്ണയും ഓയിലും പാലും ഒക്കെ ഒന്ന് പുറത്തേക്ക് വരും. ഇനി അധികം തിളപ്പിക്കണ്ട. ഞാൻ നന്നായിട്ട് തീ കുറച്ചു. ചൂട് വേണമെങ്കിൽ ചെറുതായിട്ടൊരു തീയിലിങ്ങനെ വെച്ചാൽ മതി. പക്ഷെ അധികം തിളപ്പിക്കേണ്ട. നാളികേരം അധികം വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇത് കണ്ടോ, നല്ല ഉഗ്രം കറി ആയിട്ട് ഒരു മസാലയും ഒന്നും വേണ്ട, അധികം പണിയില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചപ്പാത്തിക്ക് നല്ലൊരു കറിയായി. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ ആയുർവേദ പ്രകാരം ഇത് അവർ കഞ്ഞി എന്നാണ് ഇതിന് വിളിക്കുന്നത്. ചെറുപയർ കഞ്ഞി എന്നാണ് പറയുക. നമ്മുടെ എല്ലാ വ്രതങ്ങൾക്കും ഉള്ളി ചേർക്കാതെ എല്ലാ വ്രതങ്ങൾക്കും ഇത് ഉപയോഗിക്കും. വീട്ടിലൊന്നും ഉള്ളി ചേർക്കില്ല. അച്ഛനൊന്നും ഉള്ളി കഴിക്കാത്തതുകൊണ്ട് ഉള്ളി ചേർക്കാതെയാണ് ഉണ്ടാക്കുക. വെറും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റിയിട്ട് അതിലേക്ക് വേവിച്ച ഇതിട്ടിട്ട് അതിലിത്തിരി നാളികേരവും ചിരവിടും. അങ്ങനെയാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കാറ്. കഴിഞ്ഞു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, കുറച്ച് നേരം കൂടി വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കാം. ടോട്ടൽ ഒരു 10 മിനിറ്റ്. ഞാൻ ചപ്പാത്തിക്ക് ഒരു 4 കപ്പ് പൊടി കേട്ടോ എടുത്തത്. കുറച്ച് ഉപ്പിട്ടു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഞാൻ പൊതുവെ വെള്ളമൊന്നും മെഷർ ചെയ്യാറില്ല. ഇന്ന് ഞാൻ മെഷർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സാധാരണ വെള്ളം കേട്ടോ, സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചുടുവെള്ളമൊന്നുമല്ല. എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇത് നല്ല ഗോതമ്പ് പൊടിയാണ്, കോസ്കോന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. പൂരിക്കാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിക്കാൻ പോവാണ്. പക്ഷെ ചപ്പാത്തിക്കാവുമ്പോൾ കുറച്ചൊന്ന് ലൂസ് ആവണം, അതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് കിട്ടും. കുഴച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. ഞാൻ അങ്ങനെ വെക്കാറൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അതൊന്ന് പാകം വരുന്ന വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ഒരു 4 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം ചേർത്തു. അപ്പൊ അത് പാകമാണ്. എയർ ഫ്രയർ കഴിഞ്ഞ് 5 മിനിറ്റ് ആയി തോന്നുന്നു കേട്ടോ. അതൊന്ന് നോക്കുമോ, ഒന്ന് പോയി നോക്കും. നമ്മള് എയർ ഫ്രയർ കഴിഞ്ഞപ്പോ 10 മിനിറ്റ് ആയി. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഗീത അവിടെ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പൊ ഞാൻ നോക്കാം. ചപ്പാത്തി കുഴക്കുക. ഇപ്പൊ കുഴപ്പമില്ല തോന്നുന്നു. ഗീത നോക്കൂ, നല്ല ടേസ്റ്റ്, നല്ല ഇത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി ക്രിസ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെക്കാം. 5 മിനിറ്റ് വെക്കാന്ന് എനിക്ക് തോന്നണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു. 390 അല്ലേ? അല്ല, 400 വെക്കാം. 400 എത്ര? 5 മിനിറ്റാ? 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം. 5 മിനിറ്റ് കൂടെ വെച്ചാൽ അപ്പോൾ ടോട്ടൽ 15 മിനിറ്റ്സ് ആവും. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കാം. ഞാനൊരു റോളിംഗ് പിന്നാണ് എടുത്തത്. പിന്നെ എൻ്റെ ചപ്പാത്തിക്കല്ല് കണ്ടു. നമ്മള് പിന്നെ ഒരു പ്രാവശ്യം നമ്മള് ബാത്റൂം റീമോഡൽ ചെയ്തപ്പം പുതിയ ഗ്രാനൈറ്റിന്റെ സ്ലാബാണ് വെച്ചത്. അപ്പം സ്ലാബ് വെച്ചപ്പം വാഷ് ബേസിന് വേണ്ടി
അവരത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് റബ്ബർ ബുഷസ് ഒക്കെ വെച്ചപ്പോൾ അതിന് കാക്കാൻ ലെഗ്സായി. ഞാനിങ്ങനെ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ആദ്യം പാനിൽ ഇങ്ങനെ ഒന്ന് ഇട്ടു. ചൂടുള്ള പാനായിരുന്നു. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബബിള് വരുമ്പോൾ ഞാൻ ഈ ഗ്രില്ലിലേക്ക് ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കും. പൊള്ളിച്ചു വന്നു. ഇനി അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ മറ്റോ തടവണമെങ്കിൽ നെയ്യോ ഒറ്റ തടവാം. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല. തീരെ എണ്ണയും നെയ്യും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കാറ്. പിന്നെ 15 മിനിറ്റ് ആട്ടോ വെച്ചത്. നന്നായിട്ടായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്രിസ്പുമാണ് കണ്ടു. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പം നമ്മൾ ലഞ്ച് റെഡിയാണ്. ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പം ഇതാ നോക്കൂ, നല്ല കൂട്ടാനൊക്കെ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതുണ്ടോ, കൺസിസ്റ്റൻസി ശരിയുണ്ടല്ലേ? അതെ അതെ, നല്ല നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ആ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ കൂടിയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. ടോഫു റെഡിയായി. ടോഫു റെഡിയാണ്. ടോഫു നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ക്രിസ്പാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഒരു 15 മിനിറ്റ് എടുത്തു കേട്ടോ എയർ ഫ്രയറിൽ. പിന്നെ ഇതാ ചപ്പാത്തി, നല്ല റോട്ടി, നല്ല ഫ്രഷ് റോട്ടി ഉണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നാളികേരത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാനുണ്ട്. മൂങ്കാളും വേവ് കറക്റ്റാണ്, അതിൻ്റെ ഉപ്പും ഒക്കെ കറക്റ്റാണ്. നമ്മൾ കരുവേപ്പില നല്ലോണം ഇട്ടുകൊണ്ട് അതിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട്. Thank you for watching. Please try the recipe. Please like and subscribe to Geetha's Kitchen. Thank you.